ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ ഇടുക്കി CPIയിൽ പൊട്ടിത്തെറി. ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും റവന്യൂ മന്ത്രിയുടെ ഓഫീസിനുമെതിരെ പരസ്യ ആരോപണവുമായി രംഗത്ത് വന്നത് CPI ജില്ലാ കൗൺസിൽ അംഗമായ വിനോസ് കറിയാണ്. ചക്രമുടി കയ്യേറ്റത്തിൽ ജില്ലാ സെക്രട്ടറി സലീം കുമാറും കയ്യേറ്റക്കാരനുമായി പങ്ക് കച്ചവടം നടന്നുവെന്നാണ് വിനോസ് കറി ആരോപിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള പരാതി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും വിനോസ് കറിയ പ്രതികരിച്ചു. അതിലേക്ക് ആദ്യം ഇത്രയും ഗുരുതരമായ ഒരു ആശയം സാമ്പത്തിക അഴിമതിയാണ്. സാമ്പത്തിക അഴിമതിയായി ബന്ധപ്പെട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ ഞാൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് വേണ്ട ഗൗരവത്തിൽ എടുക്കുകയും അതിനെപ്പറ്റി വേണ്ട അടിയന്തരമായ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തില്ല എന്നൊരു ആക്ഷേപമാണ് എനിക്കുള്ളത്. ജെയിൻ രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, പാർട്ടിയിൽ തന്നെ CPIയിൽ തന്നെ രൂക്ഷമായ പോരിന് വഴിവെക്കുകയാണല്ലോ ഭൂമി കയ്യേറ്റം. നമ്മളാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. എന്താണ് പാർട്ടി നേതൃത്വത്തിന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇക്കാര്യത്തിലുണ്ടോ? ഒരു അന്വേഷണത്തിന് സാധ്യതകളുണ്ടോ? എന്താണ് വിവരം? ദിവിഷ്, ഈ കാര്യത്തിൽ CPI ജില്ലാ നേതൃത്വം പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഏത് അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ് CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാറിന്റെ വിശദീകരണം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിലധികമായി CPIയിൽ പുകയുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു സഹായം ഈ കയ്യേറ്റക്കാരനായിട്ടുള്ള ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ആരിടപെട്ടു എന്നുള്ളതാണ് ചോദ്യം. അതുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാറിനെതിരെ പ്രതിപക്ഷ പാർട്ടികളടക്കം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും CPI ജില്ലാ നേതൃത്വത്തിന്റെയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെയും ഓഫീസിന്റെ ഇടപെടലുകൾക്കെതിരെ സംശയം ഉന്നയിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് CPIക്ക് അകത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നു വരിക്കുന്നത്. അത് CPI സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പരാതിയായി ലഭിക്കുകയും ചെയ്തിരുന്നു, നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പുറമെ എന്നാൽ ആ പരാതി CPI ജില്ലാ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അംഗം വിനോസ് കറിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായി ഈ ആരോപണം ഉന്നയിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇദ്ദേഹം ഒറ്റയ്ക്കല്ല ഈ പരാതി നൽകാൻ പോയത്. ഇദ്ദേഹത്തിന്റെ ഒപ്പം സംസ്ഥാന നേതൃത്വത്തിൽ ഇരുന്നവരടക്കമുള്ള 2 പേർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് ഈ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടാകാം. എന്തായാലും ചക്രമുടിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ച ഒരു സമിതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന് തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് ലഭിച്ചതാണ്. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. എന്താണ് ഇനി ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ കയ്യേറ്റക്കാരന് അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് എന്ന കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്.